വിഷാദം എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാകില്ല. വിഷാദം എന്ന് വെച്ചാൽ ദുഃഖം. ദുഃഖം ഒരു ജീവിതത്തിലെ സാധാരണ അനുഭവമാണ്, സാധാരണ വികാരമാണ്. അതിൻ്റെ മാനസിക തലം നമുക്കറിയാം, മാനസിക അനുഭവം അറിയാം. പക്ഷേ വിഷാദം പല രീതിയിലുണ്ട്. സാധാരണ ജീവിത അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന വിഷാദം കൂടാതെ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന വിഷാദം, വിഷാദ രോഗം, അതിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വിഷാദ രോഗം. അത് എല്ലാ രാജ്യങ്ങളിലുമുണ്ട്, എല്ലാ ജനസമൂഹങ്ങളിലുമുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടം, തൊഴിൽ സമയം നഷ്ടപ്പെടുന്നത്, കൂടുതൽ ആതുരത, അതായത് അസുഖങ്ങൾ, ചികിത്സ വേണ്ടി വരുന്നതായ സാഹചര്യം സൃഷ്ടിക്കുന്നത്, ജീവിതത്തിനെ കൂടുതൽ ദുഃഖപൂർണമാക്കുന്ന ഒന്നാണ് വിഷാദ രോഗം. മാത്രമല്ല അത് മറ്റു പല രോഗങ്ങൾക്കുമുള്ള സാഹചര്യങ്ങൾ. ഇന്ന് ഹൃദ്രോഗം പോലും വിഷാദ രോഗത്തിൻ്റെ ഒരു ചികിത്സ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ, കാര്യക്ഷമമായി ചെയ്തില്ലെങ്കിൽ ഹൃദ്രോഗത്തിലേക്ക് വരെ പോകും. രക്തസമ്മർദ്ദം, മസ്തിഷ്ക രോഗങ്ങൾ, ഇങ്ങനെയുള്ള പല രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ഇതെല്ലാം ഇതിൽ നിന്ന് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷാദ രോഗം എന്ന് പറയുന്നത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് വെച്ചാൽ ഇത് സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് വന്ന് ഏതാനും മാസങ്ങൾ നിലനിന്ന് അങ്ങ് പോകുന്നതാണ്. ചികിത്സിച്ചാലും ചികിത്സിച്ചില്ലെങ്കിലും ചിലപ്പോൾ മാറുമെന്ന് പറയാം. പക്ഷേ ചികിത്സിക്കണം. കാരണം വിഷാദ രോഗത്തിൻ്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭീകരമായ ഒരു പ്രത്യാഘാതം ആത്മഹത്യ. ചികിത്സ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ചികിത്സ കാര്യക്ഷമമായില്ലെങ്കിൽ 15 മുതൽ 45% പേരാണ് ആത്മഹത്യയിലേക്ക് വിഷാദ രോഗത്തിൽ നിന്ന് നീങ്ങുന്നത്. അതുകൊണ്ടാണ് അതിനെ ചികിത്സിക്കേണ്ടത്. ഇതിന് വളരെ ഫലപ്രദമായ ഔഷധങ്ങളുണ്ട്. ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ശരിക്കും നമ്മളൊരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാൻഡ് ബ്രേക്ക് പെട്ടെന്ന് വലിച്ചിട്ട വരും പോലെ എവറിതിങ് സ്റ്റോപ്സ്. അത് പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിരിക്കും. രണ്ടാമത് നമ്മുടെ പലതരം ശാരീരിക പ്രവർത്തനങ്ങൾ, വിശപ്പില്ലാതാകുക, ശരീരഭാരം ഗണ്യമായിട്ട് കുറയുക, ശരീരത്തിനുള്ള ഉന്മേഷം പൂർണ്ണമായിട്ട് പോവുക. പിന്നൊന്നുള്ളത്, നമുക്ക് സുഖവും സന്തോഷവും തരുന്ന സാഹചര്യങ്ങളോടെല്ലാം ഉള്ള ഒരു പ്രതിപത്തി നഷ്ടപ്പെടുക. അൻഹിഡോണിയ എന്നാണ് അതിന് പറയുക. ഉറക്കം സാധാരണഗതി ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ ഉറങ്ങും. 1 മണി, 2 മണി, 3 മണിക്ക് മുമ്പായിട്ട് പെട്ടെന്ന് ഉണരുകയാണ്. ഉണരുമ്പോഴാണ് ഏറ്റവും അധികം വിഷമം തോന്നുന്നത്. വിഷാദ രോഗത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഇത് ആത്മഹത്യയെപ്പറ്റിയുള്ള ചിന്തകൾ വന്നു തുടങ്ങും. ജീവിതം വ്യർത്ഥമാണ്, നിഷ്ഫലമാണ്, അതിനൊരു മൂല്യമില്ല, അത് ആവശ്യമില്ല എന്നൊക്കെയുള്ള തോന്നലിൽ നിന്ന് ആത്മഹത്യയിലേക്ക് നീങ്ങാറുണ്ട്. ഇത് തിരിച്ചറിയുന്നതിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, പിന്നെ ഇതിലൊരു വലിയ വിഭാഗം പേര് പലതരം ശാരീരിക രോഗലക്ഷണങ്ങളുമായിട്ട് ഡോക്ടർമാരുടെ അവിടെ പോകും. പലപ്പോഴും വേണ്ടത്ര പരിശോധന നടത്തിയ ശാരീരികമായിട്ടുള്ള തകരാറൊന്നും കാണത്തില്ല. പക്ഷേ അണ്ടർലൈൻ വിഷാദ രോഗം, ഇതിനെയാണ് ഞങ്ങൾ മാസ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. വിഷാദം ആയിട്ട് അനുഭവിക്കുന്നില്ല, മുഴുവൻ ശാരീരിക രോഗങ്ങളായിരിക്കും. ക്ഷീണം, തലകറക്കം, ചെറിയ ചെറിയ ബോഡി പെയിൻസ്, മസിൽ പെയിൻസ്. അപ്പോൾ ഇത് വരുന്ന രോഗികളിൽ ഒരു പരിശോധനയും ഏതാനും ദിവസത്തെ ചികിത്സയെ കൊണ്ട് മാറുന്നില്ലെങ്കിൽ വിഷാദ രോഗമുണ്ടെന്ന് സംശയിക്കണം. ഇത് തിരിച്ചറിയുന്നതിന് ആരോഗ്യ മേഖലയിലുള്ളവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കണം, പ്രത്യേകമായിട്ടുള്ളൊരു അവബോധം സൃഷ്ടിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ വിഭാഗം പേരെ കണ്ടെത്താനും ചികിത്സ നൽകാനും. വിഷാദ രോഗത്തിന് നല്ല ചികിത്സകളുണ്ട്, നല്ല ഔഷധങ്ങളുണ്ട്. അത് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം പേരെയും ഈ രോഗത്തിൽ നിന്നും, രോഗത്തിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതമായ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും.